കോട്ടയം നഴ്സിംഗ് കോളേജിലെ അതിക്രൂരമായ റാഗിങ്ങിന്റെ നടക്കുന്ന ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന്. ശരീരമാകെ കോമ്പസ് കൊണ്ട് വരഞ്ഞ ശേഷം ലോഷൻ ഒഴിക്കുന്നതും സ്വകാര്യ ഭാഗങ്ങളിൽ ഡംബൽ വെച്ച് വേദനിപ്പിക്കുന്നതും അടക്കം ഹീനമായ പീഡനത്തിന്റെ തെളിവാണ് ന്യൂസ് മലയാളം പുറത്തുവിട്ടത്. ജൂനിയർ വിദ്യാർത്ഥി വേദനിച്ച് നിലവിളിക്കുമ്പോൾ റാഗിംഗ് നടത്തിയ പ്രതികൾ ഉന്മാദത്തോടെ ആക്രോശിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിൽ നടന്ന അങ്ങേയറ്റം ബീഭത്സമായ റാഗിംഗ് പീഡന ദൃശ്യങ്ങളാണ് ന്യൂസ് മലയാളം പുറത്തുവിട്ടത്. ടെലിവിഷൻ സ്ക്രീനിൽ പൂർണ്ണമായി കാണിക്കാൻ കഴിയാത്തത്ര ക്രൂരവും മനുഷ്യത്വരഹിതവുമായ ശാരീരിക പീഡനമാണ് ദൃശ്യത്തിൽ. ജൂനിയർ വിദ്യാർത്ഥിയെ ഹോസ്റ്റൽ മുറിയിൽ കെട്ടിയിട്ട് പ്രതികൾ ക്രൂരമായ ശാരീരിക ഉപദ്രവം ഏൽപ്പിക്കുന്നു. ശരീരമാസകലം ലോഷൻ പുരട്ടിയതിനു ശേഷം ഡിവൈഡർ കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുന്നു. മുലക്കണ്ണുകളിൽ ക്ലിപ്പ് കൊണ്ട് ഞെരുക്കിയിരിക്കുന്നു. വായിലും കണ്ണിലും ലോഷൻ ഒഴിക്കുന്നു. സ്വകാര്യ ഭാഗത്ത് വ്യായാമത്തിന് ഉപയോഗിക്കുന്ന ഡംബൽ അടുക്കി വയ്ക്കുന്നു. ഡിവൈഡർ കൊണ്ട് വിദ്യാർത്ഥിയുടെ വയറ്റിൽ വട്ടം വരയ്ക്കുന്നു. 1, 2, 3 എന്നെണ്ണിയാണ് ഡിവൈഡർ സൂചി കൊണ്ട് ശരീരത്തിൽ കുത്തുന്നത്. നിലവില് ഒരു കുട്ടിയുടെ പരാതി പ്രകാരമാണ് നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൂടുതൽ ഇരകളുണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ച് വരികയാണ്. കൂടുതൽ ഇരകളെ കണ്ട് ചോദ്യം ചെയ്യാനുള്ള നടപടി ഇന്ന് തന്നെ ആരംഭിക്കും. പിന്നീട് ഈ റാഗിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശപ്രകാരം ഒരു രാഘവൻ കമ്മിറ്റി റിഫോംസ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടുണ്ട്. രാഘവൻ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കും. പിന്നെ UGCയുടെ റെഗുലേഷനുണ്ട് ഇക്കാര്യമായിട്ട് ബന്ധപ്പെട്ട്, അതും കൃത്യമായിട്ട് പരിശോധിച്ച് ബാക്കി കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടോ, വാർഡൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടോ, ആ രീതിയിലുള്ള അന്വേഷണം കൂടെ കൃത്യമായിട്ട് നടത്തും. ചോര മരവിപ്പിക്കുന്ന കൊടും ക്രൂരത. ജൂനിയർ വിദ്യാർത്ഥി വേദന കൊണ്ട് നിലവിളിക്കുമ്പോൾ പ്രതികൾ അട്ടഹസിക്കുന്നതും ഇരയെ അവഹേളിക്കുന്നതും വീഡിയോയിലുണ്ട്. സീനിയർ വിദ്യാർത്ഥികളായ പ്രതികൾ തന്നെയാണ് ഫോണിൽ പീഡന ദൃശ്യങ്ങൾ പകർത്തിയത്. കോട്ടയം വാളകം സ്വദേശി സാമുവൽ ജോൺസൺ, മലപ്പുറം വണ്ടൂർ സ്വദേശി രാഹുൽ രാജ്, വയനാട് നടവയൽ സ്വദേശി ജീവ, മലപ്പുറം മഞ്ചേരി പയ്യനാട് സ്വദേശി റിജിൽജിത്ത്, കോട്ടയം കോരുത്തോട് സ്വദേശി വിവേക് എന്നീ പ്രതികളെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവർ ഇപ്പോൾ റിമാൻഡിലാണ്. 3 വിദ്യാർത്ഥികളെയാണ് ഈ സംഘം ഈ വിധം ക്രൂരമായി പീഡിപ്പിച്ചത്. പ്രൊഹിബിഷൻ ഓഫ് റാഗിംഗ് ആക്ട് പ്രകാരമുള്ള സെക്ഷൻ 3 and 4 പ്രകാരമുള്ള കുറ്റങ്ങളും അതുപോലെ സിമ്പിൾ ഹർട്ടിനുള്ള കുറ്റങ്ങളും എക്സ്റ്റോർഷന് വേണ്ടിയിട്ട് ഇവരുടെ കുട്ടികളുടെ അടുത്ത് നിന്ന് സീനിയേഴ്സ് പണം നിർബന്ധപൂർവ്വം പിടിച്ചു വാങ്ങി എന്നുള്ള വകുപ്പും ചേർത്തിട്ടാണ് നിലവിൽ വകുപ്പുകൾ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ഇനി കൂടുതൽ അന്വേഷണത്തിൽ എന്തെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ അതനുസരിച്ച് വകുപ്പ് കൂട്ടിച്ചേർക്കുന്നതിനെ കുറിച്ച് ആലോചിക്കും. പരാതി ലഭിച്ചതിന് പിന്നാലെ ഗാന്ധിനഗർ പോലീസ് കോളേജിലെത്തി പ്രിൻസിപ്പൽ ഡോക്ടർ സുലേഖയിൽ നിന്ന് പ്രാഥമിക വിവരശേഖരണം നടത്തി. ആവശ്യമെങ്കിൽ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു. പോലീസ് അന്വേഷണവുമായി കോളേജ് സഹകരിക്കുമെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്തുവെന്നും പ്രിൻസിപ്പൽ അറിയിച്ചു. ഒരു 3 മാസക്കാലം കുട്ടികളെ കണ്ട് സംസാരിച്ച് അതിൻ്റെ റിപ്പോർട്ട് എഴുതണം. അപ്പോഴൊന്നും ഈ കുട്ടികൾ ആരും ഒരു സംഭവം പറഞ്ഞിട്ടില്ല. നമ്മൾ അതുപോലെ വീട്ടുകാരോട് പോലും പറഞ്ഞിട്ടില്ല. പ്രഥമ ദൃഷ്ട്യ നമ്മളിത് റാഗിങ് ആയിട്ടുണ്ടെന്ന് തെളിഞ്ഞുകൊണ്ട് നമ്മൾ സസ്പെൻഷൻ കൊടുത്തിരിക്കുന്നു. ഇനി ആൻറ്റി റാഗിങ് ആക്ട് അനുസരിച്ച് അതിലെ നിയമം ശാസിക്കുന്ന പോലെ ബാക്കി നടപടികൾ, ശിക്ഷാ നടപടികളും വരും. സംഭവത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന പോലീസ് മേധാവിയോട് റിപ്പോർട്ട് നേടി. ജൂനിയർ വിദ്യാർത്ഥികളിൽ നിന്ന് മദ്യപിക്കാനായി എല്ലാ ആഴ്ചയും പ്രതികൾ ഗുണ്ടാപിരിവ് നടത്തിയിരുന്നു. ഇത് മുടക്കിയതിനാണ് ക്രൂരപീഡനത്തിന് വിധേയരാക്കിയതെന്നാണ് ഇരയായ വിദ്യാർത്ഥികളുടെ മൊഴി. എല്ലാ ശനിയാഴ്ചകളിലും ഈ വിധം പീഡനം നടന്നിരുന്നു. ഈ വിവരം കുട്ടികൾ വീട്ടിൽ അറിയിച്ചതോടെ രക്ഷാകർത്താക്കൾ കോളേജുമായി ബന്ധപ്പെട്ടു. റാഗിംഗ് നടന്നുവെന്ന് ബോധ്യപ്പെട്ട കോളേജ് അധികൃതർ കോട്ടയം ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയായിരുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം റാഗിംഗ് വിവരം പുറത്തുവന്നത്. ന്യൂസ് മലയാളം, കോട്ടയം.